വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളെ സാർവത്രിക മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രായഭേദമന്യേ ഏവർക്കും മനസ്സിലാകത്തക്ക രീതിയിൽ ലളിതമായി വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. ദൈവശാസ്ത്ര പണ്ഡിതനും ഏറെക്കാലമായി സെമിനാരികളിൽ ദൈവശാസ്ത്ര അധ്യാപകനും ഗ്രന്ഥകാരനും വാഗ്മിയുമായ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടൂളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് കൃത്യമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. 10 കൽപ്പനകളിലെ രണ്ടാമത്തെ പോർഷൻ പരസ്നേഹത്തിൻ്റെ ആ ക്രമം, രണ്ടാമത്തെ പട്ടിക എന്നൊക്കെയാണ് അത് ഈ CCCയിൽ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. പരസ്നേഹത്തിൻ്റെ ഭാഗം അതിലൊന്നാമത്തെ കൽപ്പനയായ മാതാപിതാക്കളെ ബഹുമാനിക്കണം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തുടങ്ങി വെച്ചു. അതിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ സ്വന്തം അപ്പനെയും അമ്മേനെയും മാത്രമല്ല എന്ന് വളരെ വിശദമായിട്ട് ഈ പുസ്തകം പറയുന്നുണ്ട്. വിദ്യാർത്ഥികൾ, അധ്യാപകരെ, തൊഴിലാളികൾ, അവരുടെ തൊഴിൽ ദാതാക്കളെ, അതുപോലെ തന്നെ രാഷ്ട്രത്തിൻ്റെ അധികാരികളെ പോലും ബഹുമാനിക്കേണ്ടത് ഈ കൽപ്പനയുടെ ഒരു എക്സ്റ്റൻഷനാണ് എന്ന് പറയുന്നുണ്ട്. എന്താണ് ഈ രാഷ്ട്രത്തിൻ്റെ അധികാരികളെ അല്ലെങ്കിൽ ഭരണകർത്താക്കളെ ബഹുമാനിക്കണമെന്ന് പറയുമ്പോൾ എന്താണ് ഈ കാറ്റഗിസം സമൂഹത്തൊക്കെ അതിൽ അർത്ഥമാക്കുന്നത്? നമ്മൾ കുടുംബത്തെക്കുറിച്ചാണ് ചർച്ച വന്നിരുന്നത്. ആ കുടുംബത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഔദ്യോഗിക പഠനത്തിലാണ് രാഷ്ട്രത്തിൻ്റെ അധികാരികളെ കൂടി ബഹുമാനിക്കണം. 4ാമത്തെ പ്രമാണം മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് അവരെ ഉൾപ്പെടുത്തിയത് എന്നാണ് ഇപ്പോൾ ചോദിക്കുന്നത് വക്താക്കൾ. അതിന് കാരണം നമ്മൾ കുടുംബത്തെ നമ്മൾ 2 രീതിയിൽ നമുക്ക് നിർവചിച്ച് കാണാം. നമ്മൾ സഭയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ കുടുംബമാണ് ഗാർഹിക സഭ എന്ന് നമ്മൾ പറഞ്ഞു. ഒരു ആഗോള സഭയുടെ ഏറ്റവും ചെറിയ ഒരു ഘടകമാണ് കുടുംബം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ മാനവ സമൂഹത്തെ നമ്മൾ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ, ലോകത്തെ മൊത്തമായിട്ട് എടുക്കുകയാണെങ്കിൽ, ലോകമേ തറവാട്, വസുദൈവ കുടുംബകം, അങ്ങനെ ലോകത്തെ ഒരു കുടുംബമായി കാണണമെന്നാണ് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നതും. അത് മാർപ്പാപ്പയുടെ ഏറ്റവും അവസാനത്തെ ഫ്രത്തേലി തൂത്തി എന്ന് പറയുന്ന ആ ലേഖനത്തിൽ, അപ്പസ്തോലിക ലേഖനത്തിൽ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു അന്താരാഷ്ട്ര സമൂഹം ഒരു കുടുംബമായി തീരുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ രാഷ്ട്രങ്ങളുടെ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിലും ഒരു ആഗോള ജനതയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ 6 വൻകരകളിലുള്ള ജനതയെ എടുക്കുകയാണെങ്കിൽ ആ വൻകരകൾക്ക് നേരെ താഴെ അതിൻ്റെ ഉള്ളിൽ രാജ്യങ്ങളുണ്ട്. രാജ്യങ്ങളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ നമ്മൾ സ്റ്റേറ്റിലേക്ക് വരുന്നു. സ്റ്റേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിക്റ്റുകളിലേക്ക്, ജില്ലകളിലേക്ക് വരുന്നു. അങ്ങനെ വന്നാണ് നമ്മൾ പഞ്ചായത്തിൽ വരുന്നു. പഞ്ചായത്ത് കഴിഞ്ഞാൽ ഫാമിലി വരും. നമ്മളുടെ വീടിന്റെ വ്യക്തിയും ഒരു വലിയ കുടുംബമാണ് സഭയുടെ ഗാർഹിക സഭ. കുടുംബം എന്ന് പറഞ്ഞതുപോലെ ആഗോള ജനതയുടെയും ഒരു ഏറ്റവും ചെറിയ ഘടകമാണ് കുടുംബം. അപ്പോൾ കുടുംബത്തെ നമ്മൾ അങ്ങനെയും കാണണം. കാരണം കുടുംബം നമ്മൾ എന്തിനാണ് ദൈവം സൃഷ്ടിച്ചത്? ഈ ആഗോള ജനതയെ ഒരു കുടുംബമാക്കാനുള്ള ഒരു വലിയ പ്രേക്ഷിതത്വത്തിന് വേണ്ടിയാണ് എന്നാണ് സഭ കൂടി വിശ്വസിക്കുന്നത്. അപ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് വെറുതെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു ഇടമല്ല. അതൊരു മനുഷ്യൻ്റെ എല്ലാ ഓർമ്മകളും, എല്ലാ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങളും രൂപപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവൻ്റെ ദർശനങ്ങൾ, വ്യക്തിത്വ വളർച്ചയിൽ എല്ലാം നടക്കുന്ന അവിടെയാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു പൗരനായിട്ട് കൂടി ഇയാൾ വളരേണ്ടതാണ്. എന്നാൽ മാത്രമാണ് ഈ രാഷ്ട്രത്തിൽ സമാധാനം ഉണ്ടാവുള്ളൂ. ഒരു കുടുംബത്തിൽ നിന്ന് ആ കുടുംബത്തിൻ്റെ ചൈതന്യം അവൻ മനോഹരമായി ജീവിച്ചാൽ മാത്രമേ അത് പഞ്ചായത്തിലേക്കും ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കും രാഷ്ട്രത്തിലേക്കും പിന്നീട് ആഗോള ജനതയിലേക്കും വ്യാപിക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സഭ പറയുന്നത് രാഷ്ട്രത്തിൻ്റെ അധികാരികൾ പറയുന്ന നിയമങ്ങളും ഈ ആഗോള ജനതയിലേക്ക് അവരെ വളർത്താൻ, രാഷ്ട്രത്തിലേക്കുള്ള ഇവൻ്റെ നന്മയെ രൂപപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു അധികാരി കൂടിയാണ് വാസ്തവത്തിലെ രാഷ്ട്രത്തിൻ്റെ അധികാരികൾ. അപ്പോൾ ഈ കുടുംബം എന്നുള്ള ഒരു അനുഭവം ആണ് ഒരു ചെറിയ വീട്ടിൽ നമുക്കുണ്ടാകുന്നത്. ഈ അനുഭവം ഒരു രാഷ്ട്രത്തെ മുഴുവനായിട്ട് എൻ്റെ കുടുംബമായിട്ട് കാണാനായിട്ട് കഴിയണം.
അപ്പം അങ്ങനെ വരണമെങ്കിൽ അതാണ് ഉള്ളൂര് ഒരു കവിതയിൽ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വഴിയുണ്ട് മനുഷ്യൻ നന്നാവാൻ, ഒരേയൊരു വഴി, മറുവഴിയില്ല. ഒരു കുടുംബമായി പുലർന്നാൽ ജീവിക്കാം, പിരിഞ്ഞാൽ മരിച്ചു മണ്ണാകാം. വളരെ അർത്ഥവത്തായ 4 വരികളാണ്. മനുഷ്യനെ നന്നാവണമെങ്കിൽ അവൻ ഒറ്റയ്ക്ക് നന്നായിക്കൊണ്ടും കാര്യമില്ല, ഒരു രാഷ്ട്രവും കൂടി നന്നാവണം, ലോകം നന്നാവണം. അവൻ്റെ വ്യക്തിയുടെ വളർച്ച രാഷ്ട്രത്തിൻ്റെ വളർച്ചയും ലോകത്തിൻ്റെ വളർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമായി പുലരണം, എന്നാൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുള്ളൂ. അതാണ് മനുഷ്യൻ നന്നാവാനായിട്ട് ഒരേ ഒരു വഴിയേ ഉള്ളൂ, വേറെ ഒരു വഴിയില്ല. എന്താണ്? ഒരു കുടുംബമായിട്ട് നമ്മൾ ഈ ലോകം മുഴുവൻ ജീവിക്കണം, എന്നാൽ മാത്രമാണ് നമുക്കിവിടെ ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആകെ നശിച്ച് മണ്ണാകുമെന്നാണ്. ഈ ലോകം തകർന്നാൽ പിന്നെ വ്യക്തിയില്ലല്ലോ. അതായത് അവരനെ സഹോദരനായിട്ട് കാണാൻ പറ്റുന്ന ഒരു വളർച്ചയിലേക്ക് വരേണ്ട ഒരു സമൂഹമാണ് ഒരു കുടുംബം. അപ്പോൾ കുടുംബത്തിൻ്റെ ഉള്ള ആളുകൾ രാഷ്ട്രത്തിൻ്റെ അധികാരികളെയും ബഹുമാനിക്കണം. മാത്രമല്ല വേറൊരു കാരണം കൂടി സഭ പ്രത്യേകം അതിൽ കാണുന്നുണ്ട്. എല്ലാ അധികാരവും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അധികാരം മുഴുവൻ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. അത് രാഷ്ട്രത്തിൻ്റെ രീതിയിലൂടെ ആയാലും സഭയുടെ മതത്തിൻ്റെ അധികാരികളുടെ ആയാലും യഥാർത്ഥ അധികാരം വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മളൊരു രാഷ്ട്രത്തെ നമ്മൾ ആദരിക്കുക, രാഷ്ട്രത്തിൻ്റെ അധികാരികൾ പറയുന്നത് കേൾക്കുക, ബഹുമാനിക്കുക, രാഷ്ട്രത്തെ സ്നേഹിക്കുക എന്നൊക്കെ പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവം ഈ ലോകത്തിൽ നിശ്ചയിച്ചു വെച്ചിട്ടുള്ള ഒരു വ്യവസ്ഥിതിയെ, ഒരു ക്രമത്തിനെ, സംവിധാനത്തെ ശക്തിപ്പെടുത്താനുള്ള ഒരു അവശ്യ ഘടകമാണ് ഒരു പൗരൻ. അത് ഒരു ക്രിസ്ത്യാനി ആയാലും അതവൻ ചെയ്യാനായിട്ട് കടപ്പാടുണ്ട്. കാരണം അവൻ ഈ രാഷ്ട്രത്തെ അധികാരിക്കുമ്പോൾ അവൻ ദൈവത്തെ തന്നെയാണ് അവൻ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും. ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ രാഷ്ട്രത്തോട് അവന് ചില കടപ്പാടുകളുണ്ട് അപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഞാൻ രാഷ്ട്രം പറയുന്ന കടപ്പാടുകൾ നിറവേറ്റിയാൽ മാത്രമേ എൻ്റെ സഹോദരനും വേണ്ട സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. ഇപ്പം എനിക്ക് സ്വതന്ത്രമായ ചില ചിന്തകളുണ്ട്, ആശയങ്ങളുണ്ട്, ജീവിതക്രമ രീതികളുണ്ടാകാം എന്ന് വിചാരിച്ച് ഞാൻ അതുപോലെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ സാറിൻ്റെ ഫ്രീഡത്തെ, സ്വാതന്ത്ര്യത്തെ, ആശയങ്ങളെ അത് ഹനിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മളെല്ലാവരെയും ഒരു ക്രമത്തിൽ കൊണ്ടുപോകണമെങ്കിൽ ഒരു രാഷ്ട്രത്തിൻ്റെ അധികാരം എങ്ങനെയാണ് ഒരു പൗരൻ ജീവിക്കേണ്ടത്, ജീവിതശൈലി എന്താണ്, ഇവിടുത്തെ ക്രമസമാധാനം എന്തായിരിക്കണം, പൊതു ലൈഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഒരു അധികാരി ആവശ്യമാണ്. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ കടമയാണ് എല്ലാവരുടെയും ക്ഷേമം ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതിനുവേണ്ടി ഓരോ വ്യക്തിയും രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ അനുസരിക്കണം. അതിലൂടെ അവൻ ദൈവത്തെ തന്നെയാണ് അവൻ അനുസരിക്കുന്നത് എന്നാണ് സഭ മനസ്സിലാക്കുന്നത്. പിന്നെ ഈ കാറ്റഗിസം കാത്തലിക് ചർച്ച് പറയുന്നുണ്ട്, രാഷ്ട്രത്തിൻ്റെ നിയമങ്ങൾ ഈ സുവിശേഷ വിരുദ്ധമായിട്ട് വരികയാണെങ്കിൽ അത് അനുസരിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഒരു ക്രൈസ്തവനുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ രാഷ്ട്ര നിയമങ്ങളും അനുസരിക്കാനായിട്ട് അവന് ബാധ്യതയില്ല എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതായത് ചില കാര്യങ്ങളാണ് അത് തെറ്റിദ്ധരിക്കപ്പെട്ട് വ്യാഖ്യാനിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ചേരാത്ത കാര്യങ്ങൾ മുഴുവൻ ഞാൻ രാഷ്ട്രം പറഞ്ഞാൽ നിരസിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഉദാഹരണം, ഒരു ക്രിസ്ത്യാനിക്ക് ഒരു പൗരൻ എന്ന രീതിയിൽ രാഷ്ട്രത്തോട് ഇപ്പോൾ കൃത്യമായിട്ട് ഉള്ളതാണ്, രാജ്യസ്നേഹം ഉണ്ടാകണം, രാജ്യത്തെ സേവിക്കാൻ ആവശ്യപ്പെട്ടാൽ നമ്മൾ പോകണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്രൈസ്തവരുടെ ഇടയിൽ തന്നെ എൻ്റെ തന്നെ ഒരു മൂത്ത ബ്രദർ ആർമിയിലായിരുന്നു, ഉദ്യോഗസ്ഥനായിരുന്നു. എത്രയോ ക്രൈസ്തവരുടെ വീടുകളിൽ പട്ടാളത്തിലൊക്കെ വലിയൊരു നമ്പർ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ട്, പോലീസിൽ എല്ലായിടത്തും ഉണ്ട് ക്രമസമാധാനമാണ്. അപ്പോൾ അതൊരു നമ്മൾ ജീവിക്കുന്ന മണ്ണ് ദൈവം നമുക്ക് വേണ്ടി ഇവിടെ ജീവിക്കാൻ അനുവദിച്ച ആ മണ്ണിൻ്റെ നിയമങ്ങൾ, ആ മണ്ണിനെ സ്നേഹിക്കുക, അതിനെ ആദരിക്കുക എന്നുള്ളത്, ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ ക്രൈസ്തവർ എല്ലാ നമ്മുടെ പരിപാടികളിലും നമ്മൾ രാഷ്ട്രത്തിൻ്റെ എല്ലാ ദിനങ്ങളും നന്നായിട്ട് ആഘോഷിക്കാറുണ്ട് ക്രിസ്ത്യാനികൾ. മാത്രമല്ല നമ്മുടെ പ്രതിജ്ഞ, ഞാൻ ഭാരതീയനാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിജ്ഞ നമ്മളെല്ലാം ദേശീയഗാനം ആലപിക്കുന്നു. നമ്മുടെ സ്കൂളുകളിലെല്ലാം ജനഗണമന പാടിയിട്ടല്ല നമ്മൾ അവസാനിക്കുന്നത്. അപ്പോൾ നമ്മൾ എല്ലാം ആ അർത്ഥത്തിലാണ്. അതുപോലെ നികുതി കൊടുക്കണം. എനിക്ക് ചിലപ്പോൾ ഇച്ചിരി ഇഷ്ടക്കേടുണ്ടാവും, പക്ഷെ അത് എന്ന് വിചാരിച്ചിട്ട് രാഷ്ട്രം നികുതി കൊടുക്കാൻ പറയുമ്പോൾ ഞാൻ നികുതി കൊടുക്കൂല, അതെനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. അത് പൊതുനന്മയെ കണക്കാക്കിയിട്ടാണ്. അപ്പോൾ അതുപോലെ വോട്ടവകാശം ഉപയോഗിക്കുക, ഇതൊക്കെ അവൻ്റെ കടമയാണ്. ചില അവസരത്തിൽ എനിക്ക് തോന്നാം
ഞാൻ വോട്ടവകാശം ഉപയോഗിക്കേണ്ടതില്ല എന്ന് തോന്നിയാലും അത് അവൻ രാഷ്ട്രത്തോട് ചെയ്യേണ്ട കടമയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായിട്ടൊന്നും ഒരിക്കലും സഭ ഒരു ക്രിസ്ത്യാനിയോട് ആവശ്യപ്പെട്ടിട്ടില്ല. അതുപോലെ എന്നാൽ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവകരമായ ചില സന്ദർഭങ്ങളാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ധാർമ്മികതയ്ക്കെതിരായ ജീവനെതിരായ പൊതു മനസാക്ഷിയെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായേക്ക് വരുന്ന രീതിയിലുള്ള കൽപ്പനകൾ ഒരുപക്ഷെ രാഷ്ട്രത്തിൽ നിന്ന് വരികയാണെങ്കിൽ അവിടെയാണ് രാഷ്ട്ര നിയമങ്ങളും സഭാ നിയമങ്ങളും അല്ലെങ്കിൽ മതനിയമങ്ങളും തമ്മിൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വൈരുദ്ധ്യത്തിലേക്കും സംഘർഷത്തിലേക്കും കടന്നു വരുന്നത്. അത് ചില രാജ്യങ്ങളിൽ അങ്ങനെ ഉണ്ടാകാം. ഇപ്പോൾ മത സ്വാതന്ത്ര്യം, ഞാൻ വിശ്വസിക്കുന്ന ആ മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തിൻ്റെ ആചാരങ്ങൾ നടത്താനും എനിക്ക് എല്ലാ പൗരനും ലോകത്ത് എല്ലായിടത്തും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കണമെന്നാണ് UNO പറഞ്ഞിട്ടുള്ളത്. അതൊരു ലോക വ്യവസ്ഥതയാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് അത് എൻ്റെ വ്യക്തിപരമായി ഉള്ളിൽ കൊണ്ട് നടക്കാൻ മാത്രമല്ല, അത് പ്രകടിപ്പിക്കാനും ആ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും ഒക്കെ എനിക്ക് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാ മതത്തിലെ വ്യക്തികൾക്കും സ്വാതന്ത്ര്യമുണ്ട്, അവകാശമുണ്ട്. അതൊരു കടമയായിട്ട് അവരവരുടെ മതവിശ്വാസങ്ങൾ അവരോട് പറയുന്നതുമാണ്. പക്ഷെ അതേസമയം അതിനർത്ഥം ഞാൻ എൻ്റെ മതത്തിൻ്റെ ആചാരങ്ങൾ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ ആശയങ്ങൾ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പബ്ലിക് ഓർഡർ എന്ന് നമ്മൾ ക്രമം, അതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പൊതു സമാധാനത്തിന് തകർച്ച വരുന്ന രീതിയിൽ എൻ്റെ വ്യക്തിപരമായ എൻ്റെ മതജീവിതത്തെ തെരുവുകളിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാനായിട്ട് അല്ലെങ്കിൽ ആഘോഷിക്കുവാനായിട്ട് അതിൻ്റെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടാക്കാനായിട്ട് ഒരു വ്യക്തിക്കും അധികാരം ഈ രാഷ്ട്രം കൊടുക്കുന്നില്ല. അതുപോലെ നിർബന്ധിച്ച് മറ്റൊരുവനെ ഈ എൻ്റെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും പാടില്ല. അതിന് മതങ്ങളും യഥാർത്ഥത്തിൽ തിരുസഭയുടെ കൽപ്പനകൾ എതിരാണ്. അതായത് ആരെങ്കിലും, കാരണം നിർബന്ധിച്ച് ചെയ്യുന്ന ഒരു പ്രവർത്തനവും അത് യഥാർത്ഥ പ്രവർത്തനം അല്ല. അവിടെ സ്വാതന്ത്ര്യമില്ല. പൂർണ്ണ മനസ്സോടും പൂർണ്ണ അറിവോടും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടും കൂടെ വേണം ഒരുവൻ ഏത് മതവിശ്വാസം സ്വീകരിക്കാനും. അതിനെ ഏതെങ്കിലും രീതിയിൽ അവനെ ചൂഷണം ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതൊരിക്കലും സഭ അനുവദിക്കുന്ന കാര്യമില്ല. അപ്പോൾ സഭ നിഷേധിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ ന്യായമായ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണ്, ഇവിടെയുള്ള എല്ലാവരും ഇനി ക്രിസ്തീയ വിശ്വാസം അങ്ങനെ വരില്ല എന്ന് നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ, കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലുണ്ട്, വേറെ പല രാജ്യങ്ങളിലും ചിലപ്പോൾ സഭയുടെ ചരിത്രം നമ്മൾ എടുത്തു നോക്കിയാൽ, ലോകത്തിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ഇന്നും കാണാം ചില രാജ്യങ്ങളിൽ ആ വിശ്വാസം ഒഴിച്ച് വേറൊരു വിശ്വാസവും പാടില്ല, ഒന്നും പ്രകടിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ, ഇപ്പോൾ ചൈന അതിന് വലിയൊരു ഉദാഹരണമായിരുന്നല്ലോ. പക്ഷെ ചൈനയിൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണ് ഒരു രൂപത മാർപ്പാപ്പ നേരിട്ട് പ്രഖ്യാപിച്ചു. അവിടെ പറയണത് ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യർ വളരെ രഹസ്യമായിട്ട് ക്രിസ്തീയ വിശ്വാസം ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ട്. സംഭവം കമ്മ്യൂണിസം നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം പോലെയല്ല ചൈന കമ്മ്യൂണിസം. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ അത് എല്ലാ മതങ്ങളെയും ഏതാണ്ട് ആദരിക്കുന്ന ഒരു രംഗത്തേക്ക് ഇപ്പോൾ വന്ന് ചേർന്നിട്ടുണ്ട്. നമ്മൾ കാണുന്നത് ഈ മാറ്റത്തെക്കുറിച്ച് യഥാർത്ഥമായ നിരീശ്വരവാദത്തിലേക്ക് നല്ലൊരു നിരീശ്വരവാദികളായിരിക്കണം എന്ന് നിർബന്ധിക്കാൻ ഒരു രാഷ്ട്രം ആരംഭിച്ചാൽ അതൊരു പക്ഷേ അനുസരിക്കാൻ ഒരു ക്രിസ്ത്യാനിക്ക് ബാധ്യത ഇല്ല. അതുപോലെ തന്നെ ജീവൻ്റെ പ്രശ്നങ്ങൾ നേരത്തെ സാറ് സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ ഗർഭഛിദ്രം, ഭ്രൂണഹത്യ നടത്തണം കമ്പൽസറി ആയിട്ട് എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല. ഒരു വ്യക്തിയുടെ ഒരു മൗലിക അവകാശത്തിൽ പെട്ട കാര്യമാണ് ആ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പൊതുസമാധാനത്തിന്, അവൻ്റെ പൊതു ജീവിതത്തിന് ഉപദ്രവകരമായ രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കുക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതൊരു വിശ്വാസിക്കും അതിനവൻ നോക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുവിശേഷത്തിൻ്റെ അരൂപിക്ക് ചേരുന്നതാണോ. അപ്പോൾ ഇതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ കർത്താവിൻ്റെ അടുത്ത് നമ്മൾ കാണുന്നുണ്ട്. സുവിശേഷത്തിൽ നികുതി കൊടുക്കണമോ എന്നുള്ളൊരു ചർച്ച വളരെ നടക്കുന്നുണ്ട്. അപ്പോൾ ആ അവസരത്തിൽ കർത്താവ് പറയണത് എന്താണ്? ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങൾ പോയിട്ടൊരു നാണയം കൊണ്ടുവരും. അപ്പോൾ ആ നാണയം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് അത് നോക്കൂ, ഇതിൽ ആരുടെ മുദ്രയാണുള്ളത്. അപ്പോൾ ഒരു വശത്ത് സീസറിൻ്റെ മുദ്രയുണ്ട്. അപ്പോൾ ആൾ പറയുകയാണ്, യേശു പറയുന്നുണ്ട്, 2000 വർഷങ്ങൾക്ക് മുമ്പ് പോലും
ഈ ഒരു ബോധം യേശുവിൻ്റെ വാക്കുകളിൽ വന്നു എന്നുള്ളത് എനിക്ക് വളരെ അദ്ദേഹം ദൈവത്തിൻ്റെ മകൻ തന്നെയാണെന്ന് തോന്നാൻ പലപ്പോഴും ഇടവരുത്തിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറയുകയാണ്, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. സീസർ, അതാണ് വാസ്തവത്തിൽ ഇന്നത്തെ മതേതരത്വത്തിൻ്റെയൊക്കെ ഏറ്റവും അടിസ്ഥാനമായിട്ട് യൂറോപ്പിൽ പ്രവർത്തിച്ചത്. യൂറോപ്പിൽ തന്നെ മതം ഒരു വലിയ രീതിയിൽ എല്ലാത്തിനെയും അതീതമായിട്ട് എല്ലാത്തിനെയും നിയന്ത്രിച്ച് മത ആധിപത്യത്തിലേക്ക് യൂറോപ്പ് കുറേ നാളുകൾ പോയി കഴിഞ്ഞപ്പോൾ പൊളിറ്റിക്സിലെ ഏറ്റവും ടോപ്പിൽ മതം വന്നു. പൊളിറ്റിക്സിനെ നിയന്ത്രിക്കുന്നത് മതമായി തീർന്നു. മതവാധികാരികളും അതുപോലെ തന്നെ രാഷ്ട്രാധികാരികളും ഒന്നായിത്തീരുന്ന ഒരവസ്ഥ യൂറോപ്പിലുണ്ടായിട്ടുണ്ട് ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രത്തിൽ. അതിൻ്റെ വളരെയധികം ദോഷങ്ങൾ യൂറോപ്പ് അനുഭവിച്ചതാണ്. അവിടെ നിന്നാണ് യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ ബൈബിളിൽ തന്നെ അടിസ്ഥാനപ്പെടുത്തിയാണ് മതേതരത്വം എന്ന് പറയുന്ന ചിന്ത കൊണ്ടുവരുന്നത്. ഡെമോക്രസിയുടെ ആയാലും സെക്കുലറിസം എന്നൊക്കെ പറയുന്ന ചിന്ത കൊണ്ടുവരുന്നത്. അതായത് ഭൗതികമായ ഒരു ലോകത്തിന് അതിൻ്റേതായ ഒരു സ്ഥാനം ദൈവത്തിൻ്റെ പരിപാലനയിലും സൃഷ്ടിയിലും ദൈവത്തിൻ്റെ മനസ്സിലും ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. നീ സീസർ, അപ്പോൾ നീ സീസറിനുള്ളതാണെങ്കിൽ നീ എന്നിട്ട് നികുതി കൊടുക്കാൻ പറയുന്നുണ്ട് കർത്താവ് ശിഷ്യന്മാരോട്. നീ പോയിട്ട് ആ നാണയം നികുതി കൊടുക്കുക, ആ റോമ സാമ്രാജ്യത്തിന് കൊടുക്കേണ്ടത് നീ കൊടുക്കണം. അപ്പോൾ വളരെ കൃത്യമായ ഉത്തരം മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ വളരെ മനോഹരമായിട്ട് രാഷ്ട്രത്തെ സേവിക്കണം. നമ്മൾ തീർച്ചയായിട്ടും ക്രൈസ്തവരത് ഓർക്കേണ്ട ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ രാഷ്ട്രത്തെ സ്നേഹിക്കുക. രാഷ്ട്രം എന്ന് പറഞ്ഞാൽ, ഞാൻ യൂറോപ്പിൽ പഠിക്കുമ്പോൾ, ഫ്രാൻസിലൊക്കെ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, അവിടെ ഫ്രഞ്ച് പ്രസിഡന്റ് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ടേബിളുമേ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കണ എൻ്റെ പ്രസ്ബിറ്ററിയിൽ ആ അച്ഛന്മാർ താമസിക്കുന്ന സ്ഥലത്തുണ്ടായിരുന്ന ബാക്കിയുള്ള എല്ലാ അച്ഛന്മാരും നിശബ്ദരാവും. നമ്മളാ നേരത്ത് ടി വിയിൽ ഇപ്പോൾ ഒരു പ്രസിഡന്റ് എന്തെങ്കിലും പറയട്ടെ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ നമ്മളെന്തെങ്കിലും ആ നേരത്ത് സൈലൻസ് എന്ന് അവർ നമ്മളോട് പറയും. ആ ദേശസ്നേഹം വരെയാണ്. ആ ദേശസ്നേഹം ഫ്രാൻസിന് വളരെയധികം ഈ ദേശസ്നേഹമുണ്ട്. അപ്പോൾ ഈ ദേശസ്നേഹം വളരെ ആവശ്യമാണ്. എന്നാൽ അത് ഒരുപക്ഷെ ദേശങ്ങളെ തമ്മിൽ മത്സരത്തിലേക്ക് നയിക്കുന്ന ഒരു രീതിയിലേക്ക് പോകരുത് എന്നാണ് വാസ്തവത്തിൽ മാർപ്പാപ്പ അന്താരാഷ്ട്രപരമായ സമൂഹത്തെ ഒരു ദേശം പോലെ, ഒരു കുടുംബം പോലെ കണക്കാക്കണം എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് വരാൻ കാരണം. ഇന്ന് ഓരോ സ്ഥലത്തും ദേശസ്നേഹങ്ങൾ മാത്രം ശക്തിപ്പെടുകയും മറ്റേ ദേശങ്ങളെ നമ്മൾ സ്നേഹിക്കേണ്ടതില്ല എന്നുള്ളൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രത്തെ സേവിക്കുന്നതിലൂടെ വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനി ദൈവത്തെ തന്നെയാണ് സേവിക്കുന്നത് എന്നുള്ളൊരു ബോധം. അതൊരു വിരുദ്ധമല്ല, ക്രിസ്ത്യാനിക്ക് ഒരിക്കലും വിരുദ്ധമല്ല. അപ്പോൾ രാഷ്ട്രത്തിൻ്റെ അധികാരികൾ പക്ഷേ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നതിനൊരു ഡെമോക്രസി ഉണ്ട്. അതിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നമ്മുടെ രാഷ്ട്രപതിമാർ, അല്ലെങ്കിൽ പ്രധാനമന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, അങ്ങനെയുള്ള മന്ത്രിമാർ, ആരൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണല്ലോ കളക്ടർ. ഒരു മന്ത്രി പറഞ്ഞ, അല്ലെങ്കിൽ ഒരു സർക്കാർ പറയുന്ന കാര്യം ഒരു ഓർഡർ ഇടുന്നു. ആ നേരത്ത് ഞാൻ ക്രൈസ്തവനാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്, അത് പാലിക്കില്ല എന്ന് പറയാൻ ഒരു മതത്തിൻ്റെ ജീവിക്കും മതവിശ്വാസിക്കും അതിനുള്ള അധികാരമില്ല. അപ്പോൾ അതിലൂടെ അവൻ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ദൈവത്തെ തന്നെയാണ് അവൻ ബഹുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. സുവിശേഷ അരൂപിക്ക് ചേരാത്ത രീതിയിൽ ധാർമ്മികതയ്ക്കെതിരായി, ജീവനെതിരായി, മനുഷ്യൻ്റെ വ്യക്തിപരമായ അവകാശങ്ങൾക്ക് എതിരായിട്ടൊക്കെ ആരെങ്കിലും രാഷ്ട്രാധികാരികൾ പറയുമ്പോഴാണ്. ഇപ്പോൾ വാസ്തവത്തിൽ നമ്മൾ മതപീഡനം പഴയ കാലഘട്ടത്തിൽ ക്രിസ്തു മതത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ സെബസ്റ്റിനോസിന്റെ പെരുന്നാളൊക്കെ ഈ അവസരങ്ങൾ കണ്ടുപോകാൻ ആഘോഷിച്ച കാരണതാണ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, നിനക്ക് ഒരു ദൈവം ഇല്ല, നീ സൈനാധിപനാണെങ്കിൽ രാജാവാണ് നിന്റെ ദൈവം, ആ രാജാവിൻ്റെ ദൈവമാണ് നിന്റെ ദൈവം, അത് നീ പാലിച്ചില്ലെങ്കിൽ നിന്റെ തല വെട്ടുകയാണ്. അപ്പോഴാണ് സെബസ്റ്റിനോസ് പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അന്ന് മതപീഡനത്തിലേക്കൊക്കെ പോയ ആ കാലഘട്ടത്തിൽ ഒരുപാട് രക്തസാക്ഷികൾ ഉണ്ടാകാനായിട്ട് ഉണ്ടായ കാരണം ഈ ഒരു തെറ്റായ നയമാണ്. അപ്പോൾ വിശ്വാസം ഏതിൽ വിശ്വസിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ മൗലിക അവകാശമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ മൗലിക അവകാശങ്ങൾ വിശ്വാസത്തെ സംബന്ധിച്ചായിരിക്കാം, ധാർമ്മികമായിട്ട് അവൻ പാലിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം, ജീവനെക്കുറിച്ചുള്ള അവൻ്റെ കാഴ്ചപ്പാടുകളിലായിരിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിന് എതിരായിട്ടാണ് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു കൽപ്പന
വരുന്നതെങ്കിൽ അത് ഒരു മതവിശ്വാസിക്ക് പാലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് നിരസിക്കാൻ അതിനുള്ള അവകാശം ഒരു വിശ്വാസിക്കുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അതിൻ്റെ പേരിൽ രാഷ്ട്രസ്നേഹം ഇല്ലാതിരിക്കുകയോ ദേശത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും സഹകരിക്കാതിരിക്കുകയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്രിസ്തീയ വിശ്വാസത്തിന് ഒരിക്കലും ചേരുകയല്ല. ഞാൻ ഈ കവിതകൾ പറയാൻ കാരണം അവരൊക്കെ നമ്മുടെ ഉള്ളിലെ ഈ യഥാർത്ഥത്തിലുള്ള ഭൗതികമായ ലോകത്തെ നിയന്ത്രിക്കുന്ന മൂല്യങ്ങൾ പലപ്പോഴും പുറത്തു കൊണ്ടുവരുന്നത് കവികളും എഴുത്തുകാരും സാഹിത്യകാരന്മാരൊക്കെയാണ്. ഈ സാംസ്കാരിക നായകന്മാർ എന്ന് പറയുന്ന ഒരു പരമ്പര നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ അവരൊക്കെ വളരെ ശോഷിച്ചു പോയി. ചിലവരൊക്കെ ഒരുപാട് പേര് ഓരോ പാർട്ടികളുടെ വിങ്ങായി മാറിയത് കൊണ്ട് പാർട്ടികൾക്കും മതങ്ങൾക്കും ദേശങ്ങൾക്കും അതുപോലെ ഓരോ ജാതികൾക്കും വർണ്ണത്തിനുമൊക്കെ അപ്പുറത്ത് നിൽക്കുന്ന സാംസ്കാരിക നായകന്മാർ നമ്മളുണ്ടായിരുന്നു. അവരുടെ സ്വരം ഇപ്പോൾ ഈ അടുത്തുണ്ടായിരുന്ന MT യുടെയൊക്കെ ഒരു സ്വരം നമ്മൾ ഈ അടുത്ത് വന്നു. അപ്പോൾ അതിലൊക്കെ അവർ പറയുന്ന കാര്യം അക്കിത്തം പാടുന്നത് ഇങ്ങനെയാണ്: ഒരു കണ്ണീർ കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ ഉദിക്കയാണ് എന്നാത്മാവിൽ 1000 സൗരമണ്ഡലം. അപ്പം ഞാൻ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരിക്കും, പക്ഷെ ഞാൻ എൻ്റെ സഹപൗരന് വേണ്ടി ഒരു കണ്ണീർ കണം ഞാൻ പൊഴിക്കുമ്പോൾ, കാരണം അവനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, അവനും ഈ രാജ്യത്തിൻ്റെ പൗരനാണ്, ഭാരതീയരായ എല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്. ഏതെങ്കിലും ഒരു ഭാരതീയൻ ഈ ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിൽ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ അത് മതവിശ്വാസം നോക്കേണ്ട കാര്യമില്ല, അത് വർണ്ണം നോക്കേണ്ട കാര്യമില്ല, തെക്ക് ദേശക്കാരനാണോ വടക്ക് ഇന്ത്യക്കാരനാണോ എന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല, അത് നമ്മുടെ തന്നെ ഒരു സഹോദരനും സഹോദരിയുമാണ് എന്നുള്ള ബോധം വന്ന് കണ്ണുനീർ പൊഴിക്കുമ്പോഴാണ് എൻ്റെ ഉദിക്കയാണ് എൻ ആത്മാവിൽ 1000 സൗരമണ്ഡലം. ഒരു സൂര്യൻ്റെ മണ്ഡലം തന്നെ എന്ന് പറഞ്ഞ ഒരു വ്യൂഹം, അതുപോലെ ആയിരക്കണക്കിന് അത്രമാത്രം അനന്തമായ രീതിയിൽ എണ്ണിത്തിട്ടപ്പെടാൻ പറ്റാത്ത അത്രയുള്ള പ്രകാശത്തിൻ്റെ ചക്രവാളങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വളരുകയാണ് എന്നാണ് അക്കിത്തം പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിലൂടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർക്ക് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കുടുംബം നമ്മൾ ഒരു രാഷ്ട്രത്തിൻ്റെയും അടിസ്ഥാന ഘടകമാണ്. അതുകൊണ്ട് ഒരു കുടുംബമായി തന്നെ നമ്മൾ രാഷ്ട്രത്തെയും കാണണം. അതുകൊണ്ട് രാഷ്ട്രത്തിൻ്റെ പിതാവ് നമ്മുടെ അപ്പനും അമ്മയുള്ളതുപോലെയാണ് രാഷ്ട്രത്തിൻ്റെ അധികാരികൾ. അവരെപ്പോഴൊക്കെ പൊതു നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള ധാർമ്മികമായി ശരിയായ സുവിശേഷാത്മകമായ പൊരുത്തപ്പെടുന്ന എല്ലാ കാര്യവും സുവിശേഷത്തിൽ ഉണ്ടാവണമെന്നില്ല, പൊരുത്തപ്പെടുന്നതാണെങ്കിൽ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ അവർക്ക് കടമയുണ്ട്. മറിച്ച് ഉള്ള അവസരങ്ങൾ വരുമ്പോൾ അവന് പ്രതികരിക്കാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്. കാരണം ഈ എല്ലാ അധികാരവും വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഈ മതനിയമങ്ങൾ രാഷ്ട്ര നിയമങ്ങൾക്ക് കൂടി അല്പം മുന്നിലാണ് പലപ്പോഴും നിൽക്കുക. കാരണം രാഷ്ട്രം എപ്പോഴും ഒരിക്കലും ഈ മനുഷ്യൻ എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകണമെന്നോ ഉത്ഭവം എന്താണെന്നോ അന്ത്യം എന്താണെന്നോ പറയുന്നില്ല. അതിനെക്കുറിച്ചുള്ള ചില ബോധ്യങ്ങളും മനുഷ്യനുണ്ട്, വിശ്വാസിക്കുണ്ടാവാം. അതുകൊണ്ട് അതുകൂടി കണക്കിലെടുത്ത് വേണം രാഷ്ട്രാധികാരികൾ സാധാരണ നിയമങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കൂടി നമ്മളിവിടെ സൂചിപ്പിക്കുന്നു. ഈ 4ാമത്തെ കൽപ്പന എനിക്ക് വേണം നമുക്ക് ഈ എപ്പിസോഡ് കൂടി അവസാനിപ്പിക്കാൻ. നമ്മൾ ഒരുമാതിരി വിശദമായിട്ടുള്ള ചർച്ച കഴിഞ്ഞിട്ടുണ്ട്. അച്ഛനെ ഈ എല്ലാ പ്രേക്ഷകരുടെയും പേരിൽ നന്ദി പറയുന്നു. താങ്ക് യു. 10 പ്രമാണങ്ങളുടെ 2ാമത്തെ ഭാഗം, പരസ്നേഹത്തിൻ്റെ ഭാഗങ്ങളിൽ 1ാമത്തെ കൽപ്പനയായ മാതാപിതാക്കളെ ബഹുമാനിക്കും എന്നുള്ള കൽപ്പനയുടെ വിശദമായ ഭാഗത്തിൽ രാഷ്ട്രാധികാരികൾ കൂടി ഉൾപ്പെടുന്നുവെന്ന് അച്ഛൻ നമുക്ക് വിശദീകരിച്ചു തന്നു. മിസ്റ്റർ സെബസ്ത്യാനോസ് പറഞ്ഞ മാതിരി രാജാവിനെ ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്, എന്നാൽ രാജാതിരാജനെ മറന്നുകൊണ്ടല്ല എന്നുള്ള ഓർമ്മയിൽ നമുക്ക് രാഷ്ട്ര സ്നേഹത്തോടു കൂടി രാഷ്ട്രാധികാരികളെ ബഹുമാനിക്കാം. അത് ദൈവത്തിൽ നിന്നുള്ള അധികാരമാണെന്ന് നമുക്ക് ഉള്ളിൽ വിചാരിക്കാം. ഈ എപ്പിസോഡ് കണ്ട എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.